നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ബ്രസീലിയൻ കാലാവസ്ഥാ വ്യതിയാനം അടുത്ത സീസണിൽ ദക്ഷിണേന്ത്യൻ കാപ്പി കർഷകർക്ക് നേട്ടമായേക്കാം. എൽ നിനോ പ്രതിഭാസം മൂലം മഴയുടെ അളവ് കുറയുമെന്ന വിലയിരുത്തൽ അടുത്ത സീസണിൽ അവരുടെ കാപ്പി ഉൽപ്പാദനത്തെ ബാധിക്കുമെന്നാണ് പുതിയ നിഗമനം. മഴ വൈകിയാൽ കാപ്പിത്തോട്ടങ്ങൾ പുഷ്പിക്കുന്നതും കായ്പിടുത്തവും കുറയുമെന്ന ആശങ്കയിലാണ് ഈ മേഖല. നടപ്പ് സീസണിലെ കാപ്പി വിളവെടുപ്പ് ജൂലൈ അവസാനം വരെയും 67% പൂർത്തിയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 77% വിളവെടുപ്പ് നടത്തിയിരുന്നു. എൽ നിനോ പ്രതിഭാസം ബ്രസീലിയൻ കാപ്പിയെ ബാധിക്കുമെന്ന സൂചന മറ്റു ഉൽപ്പാദന രാജ്യങ്ങളിൽ വരും മാസങ്ങളിൽ വില വർധനവിന് അവസരമൊരുക്കാം. ആഫ്രിക്കൻ രാജ്യങ്ങളും വിയറ്റ്നാമും അന്താരാഷ്ട്ര വിപണിയെ കരുതലോടെയാണ് വീക്ഷിക്കുന്നത്. വയനാട്, കട്ടപ്പന മേഖലകളിലെ വിപണികളിൽ കാപ്പിയുടെ വരവ് കുറവാണ്. വിദേശ ഓർഡറുകൾ ലഭിച്ച കയറ്റുമതിക്കാർക്ക് ചരക്ക് സംഭരിക്കുകയാണ്. കൽപ്പറ്റയിൽ കാപ്പി പരിപ്പിന് കിൻഡലിന് 39,200 രൂപയിലാണ് വില. കട്ടപ്പനയിൽ കാപ്പിക്കുരു റോബസ്റ്റ കിലോ 203 രൂപയിലും പരിപ്പ് 350 രൂപയിലുമാണ് വിൽപ്പന നടക്കുന്നത്. കഴിഞ്ഞ സീസണിൽ രാജ്യം 3,73,000 ടൺ കാപ്പി ഉൽപ്പാദിപ്പിച്ചു. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാരത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കാൻ രംഗത്തിറങ്ങിയതോടെ വാരാന്ത്യമായതിനാൽ നേട്ടം നിലനിർത്താനുള്ള ഇടപാടുകാരുടെ ശ്രമത്തിൽ ഉൽപ്പന്ന വില ചാഞ്ചാടി. ജപ്പാനിലെ ഒസാക്കയിൽ റബ്ബർ വില കിലോ 423 യെന്നിൽ നിന്ന് 417 യെന്നിലേക്ക് ഇടിഞ്ഞ ശേഷം 421 യെന്നിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ചൈന, സിംഗപ്പൂർ വിപണികളിലും വില ചാഞ്ചാട്ടം ദൃശ്യമായി. ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 267 രൂപയിലാണ്. സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് ലഭ്യത നാമമാത്രമാണ്. 4ാം ഗ്രേഡ് കിലോ 284 രൂപയിലും 5ാം ഗ്രേഡ് 280 രൂപയിലുമായി സ്ഥിരത പുലർത്തുന്നു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില വീണ്ടും കുറഞ്ഞു. കൃത്രിമ വിലക്കയറ്റം കണ്ട് വാങ്ങാനെത്തിയവർ പിൻവാങ്ങിയതാണ് വില താഴ്ത്തി എണ്ണ വിറ്റു തീർക്കാൻ കാങ്കയത്തെ മില്ലുടമകളെ പ്രേരിപ്പിച്ചത്. വെളിച്ചെണ്ണ വില കിൻഡലിന് 350 രൂപ കുറഞ്ഞു 24,500 രൂപയായി. കൊച്ചിയിൽ വില 25,500 രൂപയിൽ സ്ഥിരതയോടെ തുടരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.